ആ അതെ ഷൂട്ട് തുടങ്ങണടി. ആ ഷൂട്ട് തുടങ്ങുന്നു. ആ അല്ലല്ല കുഴപ്പമില്ല. ഈ എപ്പിസോഡ് ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ വിളിക്കാൻ നീ കേട്ടോ. ഓക്കെ ആ ഇപ്പോൾ ഗസ്റ്റായിട്ടിരിക്കുന്നത് കേട്ടോ. കഴിയട്ടെ ഇപ്പം കയറണം, അതുകൊണ്ടാണ്. ഷൂട്ട് തുടങ്ങാൻ പോകുന്നു പറഞ്ഞില്ലേ പിന്നെ. ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ വിളിക്കാം, ഒന്ന് വെക്കാവോ? ശരി 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 ശരി. അതെന്തോളിയത്? ഏതാ? ഞാനല്ലേ ഇതുവരെ വിട്ടിരുന്നത് ഇല്ലേ? ആ പിന്നെ എന്താ അവൻ കയറിയിരിക്കുന്നത്? ശ്രുതി മാറിയ ഞാൻ ഇരിക്കട്ടെ കളിയാ. അല്ല ഈ എപ്പിസോഡ് ഞാനെന്നല്ലേ പറഞ്ഞത്, ഇരിക്കട്ടെ കളിയാ. ഞാൻ വെളുപ്പിന് വന്നാടിയാ. വെളുപ്പിന് വന്നാ? ആ വെളുപ്പിന് വന്നിരുന്ന ഇവിടെ. അയ്യോ അതെന്തിനും ഞാൻ വന്നു കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഉല്ലാസം വന്നു. അല്ലെ ഞാൻ ഇരിക്കട്ടെ കളിയാ, വേറെ വിഷയങ്ങളുള്ളതുകൊണ്ടാണ്. എന്ത് വിഷയം? അല്ലെ ഇവ ഇരുന്നെങ്കിലും കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അതുകൊണ്ടാണ്. അളി ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ടോ അളി ഇപ്പൊ പുറത്തു പോകും. ഞാൻ പുറത്ത് പോയാലും എനിക്ക് പൈസ നീ കൊണ്ടുതരും. ഞാൻ ഇവിടെ പുറത്ത് പോയിരുന്നല്ലേ. ഇവിടെ ഇരുന്ന് സ്കിറ്റ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞ ഗെയിമൊക്കെ കളിപ്പിക്കുക, അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. നീ ഇവിടെ കയറുന്നാലും എങ്ങനെയാണ്? ഞാനും അതൊക്കെ തന്നെ. എനിക്ക് ജീവിക്കാൻ വേണ്ടി കളിയാ. ഞങ്ങൾ പിന്നെ മരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതെന്നാ വർത്താനം അളിയാ? അത് നീ എന്നെ കൊന്നിട്ട് വേണം നിനക്ക് ജീവിക്കേണ്ടത്. എൻ്റെ കുടുംബം തകർത്തിട്ട് വേണം നിനക്ക് ജീവിക്കേണ്ടത്. അതേ പുറത്തു പോളിയാ. ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അളിയാ ഉല്ലാസം ഒന്ന് പറയളിയാ. അല്ല ഞാനിപ്പോ എന്താ പറയാനാ നിങ്ങൾ തമ്മിലുള്ള വിഷയം. നീ ഒന്നും പറഞ്ഞ നിന്റെ ശമ്പളം ഓക്കെ ആയല്ലോ, പിന്നെ അവന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ ശമ്പളമല്ലേ പോകുന്നത്. ഞാൻ ഈ കസേര എനിക്ക് എങ്ങനെ കിട്ടിയതറിയോ? ഞാൻ ഈ കസേര എടുത്ത് ഒളിച്ചു വെച്ചിരുന്നു. എന്നിട്ട് അതെടുത്തോണ്ട് വന്നാ ഞാനിരുന്നു. ഇല്ലെങ്കിൽ അവൻ കയറി ഇരിക്കുന്നതാണ്. എന്തോളിയാതിങ്ങനെ? എന്താണ് ഒന്നും ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അടിമാലി വരെ പോയി ഇവിടുന്ന്, ബിനു അടിമാലി വരെ ഇവിടുന്ന് പോയി. അടിമാലി പോലെ അത് എനിക്ക് അങ്ങനെ പറ്റുന്ന. അടിമാലി വന്ന് നോക്കിയപ്പോ 2 കസേരയിലെ ആളുണ്ട്. അവിടെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ പുള്ളി അങ്ങ് തിരിഞ്ഞു പോയി. അവൻ പോവും, അവന് പൈസ ഉണ്ട്. അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് ഒന്ന് എഴുന്നേക്കളെ ഒന്നും പറയാം. എന്തായാലും അല്ല ഞാൻ എപ്പോഴും ഉള്ളതല്ലേ, ഇവന് വല്ലപ്പോഴും കയറി വന്നിട്ട് ഇങ്ങനെ കയറിയിരിക്കുന്നത് ശരിയാണോ? ഞങ്ങൾ സ്ഥിരം വന്ന് നമ്മൾ സ്ഥിരമുള്ളതല്ലേ. അത് ശരിയാണ്, പക്ഷെ എന്തായാലും ഇരുന്ന് പോയില്ലേ. പുറത്തോ ഇതിപ്പോ കഴിയട്ടെ. ഇനിയിപ്പോ ഇരിക്കുന്ന ഒരാളെ നമ്മൾ എഴുന്നേപ്പിച്ച് വിട്ടിരിക്കുന്ന മോശമല്ലേ? പിന്നെ അതാണ് അളിയ ഒന്ന് മാറിയാ. ഡളിയ ഈ എപ്പിസോഡ് കഴിയട്ടെ. അളിയ ഇപ്പൊ പോയി റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്ക് പോയി. ഞാൻ അവിടെ പോയി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പെണ്ണുമ്പളല്ലോ അവള് സ്റ്റൂൾ എടുക്കും എൻ്റെ തലക്കടിക്കാൻ. സത്യം. ഞാൻ അവിടെ പോയി റെസ്റ്റ് എടുക്കുന്ന എങ്ങനെയാണ്? അല്ല ഈ ഭാര്യയാണോ പെണ്ണുമ്പിള്ളാന്ന് പറഞ്ഞേ? കുറച്ചുകൂടെ മര്യാദക്കൊക്കെ സംസാരിക്കാം അല്ലേ? ഭൂമി ദേവിയാണ് സ്ത്രീ എന്ന് വെച്ചാൽ അതറിയാമോ? ഭൂമി ദേവിയോ? ഈ പാട് കാണാവോ? കണ്ടാ? അതെന്തുവാ? ഭൂമിദേവി വീട്ടിലിരിക്കുന്ന ഭൂമിദേവി ചെരവത്തടി എടുത്ത് അടിച്ചത്. ഞാൻ ഭൂമിദേവി എന്ന് വിളിക്കാൻ അളിയാ ജീവൻ പോളിയാ. അതുകൊണ്ട് അളിയാ ഒന്ന് മാറത്തളിയാ. ഇത് കഴിയട്ടെ. ഇനിയിപ്പോൾ അധികം പുറത്തു പോകും. അതെങ്ങനെ പോകുന്ന അളിയ? എനിക്ക് ശമ്പളം കിട്ടത്തില്ല. എനിക്ക് ശമ്പളം ഉറപ്പാക്കാതെ ഞാൻ എങ്ങനെ പോവുള്ളൂ? ഞാൻ ഇവിടെ ഫ്ലോറിൽ കയറിയതല്ലേ, ശമ്പളം കിട്ടാൻ ഞാൻ എങ്ങനെ പോകും? ഞാൻ ഇവിടെ വന്നിട്ട് എങ്ങനെ? ഞാൻ വീട്ടിൽ നിന്ന് പുതിയതായിട്ട് വന്നതല്ലേ. ഞാൻ എന്തായാലും അണിഞ്ഞൊരുങ്ങി വന്നതല്ലേ അളിയ. നെൽസ അളിയ എന്തായാലും നടക്കത്തില്ല. ഇവിടെ വന്ന് വെറുതെ കിടന്ന് ഇപ്പൊ വന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ എന്തായാലും പെർഫോം ചെയ്തിട്ട് അടിയും പോകും. എന്നിട്ട് അടുത്തതിന് വാ. നല്ലൊരു ഉൾപ്പെടുമല്ലോ. അല്ലെ കോമഡി പറ, കുറച്ച് കോമഡി പറ. നല്ല കോമഡി പറ. അടിപൊളി 2-3 കോമഡി പറയാൻ എനിക്ക് ഭ്രാന്താണ്. അതെന്താ ഭ്രാന്തുള്ളവരാണോ കോമഡി പറയുന്നത്? അതല്ല, ഞാൻ ഒറ്റയ്ക്ക് ആരോട് പറയാനാ കോമഡി? അല്ല അതിന് 1 മാൻ ഷോ എന്ന് പറയുന്നത്. 1 മാൻ ഷോ എനിക്ക് എത്ര മാജിക്ക് എനിക്കറിയായിരുന്നു. മാജിക്ക് ഓക്കെ ആവോ? രതീഷിനോടൊന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്യൂ. ആദ്യമായിട്ടല്ലേ മാജിക് കാണിക്കുന്നത്. അപ്പൊ ഞാൻ മാജിക്ക് കാണിക്കാം. മാജിക്ക് 2-3 സൈസ് സംഭവം അറിയാം. അപ്പൊ അത് ചെയ്യട്ടെ. അത് ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ മനുഷ്യന്റെ മനസ്സിലുള്ള സംഭവങ്ങൾ ഞാനിങ്ങനെ മനസ്സ് ഇങ്ങനെ എടുക്കും. ഞാൻ മൈൻഡ് റീഡിങ്. അത് മനസ്സ് അത് ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള മനസ്സ് ഞാൻ എടുക്കും. അതങ്ങനെ മനസ്സ് മൊത്തം ഞാൻ എടുക്കും. എന്നിട്ട് അവരുടെ മനസ്സിലുള്ളത് ഞാൻ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുൻ ജന്മം ഉണ്ടല്ലോ, മുൻ ജന്മം, അത് ഞാൻ അവരുടെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഞാനിങ്ങനെ അങ്ങനെ ധ്യാനിച്ച് കഴിയുമ്പോൾ ആ മുൻ ജന്മം ഞാൻ ഇയാളുടെ ഈ വീഡിയോ വാളിൽ കാണിക്കും. ചുമ്മാ തള്ളാതെ കാണിക്കും. സത്യം, ശരിക്കും സത്യം. എന്നാ എന്റെ മുൻ ജന്മം എന്തായിരുന്നു കാണിക്കണോ? എല്ലാരും ഒന്ന് കൈ എടുത്തിട്ടുണ്ട്. അപ്പൊ നെൽസേട്ടൻ എന്റെ പൂർവ്വജന്മം എന്തായിരുന്നു കാണിക്കാൻ പോവാ? അതെ അതെ, കൈ നീട്ടു. ശരി, സൈഡിലോട്ട് മാറി നിൽക്കാം. അവിടെ നിന്ന് കാണണ്ടേ? അല്ല, അങ്ങോട്ട് നിൽക്കാം. ദൈവത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ. തെളിഞ്ഞു വരുന്നുണ്ട്.
കുഴപ്പമില്ല അശ്വതി, കുഴപ്പമില്ല. അത് കഴിഞ്ഞ ജന്മത്തിലെ അല്ലേ? ആ ഇപ്പൊ നമുക്ക് ടെൻഷൻ ഇപ്പൊ അങ്ങനെയല്ലേ, ഇപ്പൊ അത് സുന്ദരിയല്ലേ, ഇത് എടുത്ത് കഴിഞ്ഞ ചെയ്യണം. ജന്മം. ഇത് കഴിഞ്ഞ edit ജന്മം. ചെയ്യണം കേട്ടാ. അതെ അതെ. അടുത്ത നമ്മുടെ സുധി സാറിന്റെ. ഓക്കെ. അളിയാ വേണ്ട അളിയാ. എന്താ വേണ്ട വേണ്ട എന്നെ കാണിക്കണ്ട. അല്ലല്ല അളിയാ വേണ്ട വേണ്ട, കാണണ്ട. ഒന്ന് അത് കാണിക്കാം. കാണണ്ട. കൈ കുടിച്ചാ വെറുതെ കൈ കുടിച്ചാൽ മതി. വേണ്ട വേണ്ട കാണണ്ട. വേണ്ട വേണ്ട. കാണാതിരിക്കുന്നതാണ് നല്ലത്. സുധിയുടെ പേടി എന്താ? ഇപ്പോഴേ കാണാൻ വയ്യ. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഗന്ധർവനായിരിക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് അവന് കാണണമെങ്കിൽ നമ്മുടെ വിധിയാ, നിന്റെ വിധി. ചിലപ്പോൾ നീ അതാ പറഞ്ഞു ഗന്ധർവനായേനെ ചിലപ്പോൾ. വേണ്ട. ഓക്കെ, ഞാൻ അടുത്ത മാജിക്കിലേക്ക് കിടക്കാം. എനിക്കൊരു ചീട്ട്, അത് ഒന്ന് ഷഫിൾ ചെയ്യാൻ ഉള്ള ഒരു മേശ ഒന്നുമില്ല. ഓക്കെ, ഞാൻ താഴെ തന്നെ കാണിക്കാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചീട്ടിൽ. ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്തില്ലേ പൈസ കിട്ടില്ല കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ല. ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. അവർ കൊണ്ടുവന്ന ചീട്ട് അതുപോലെ തന്നെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അയ്യോ, പ്രായമായി. നമ്മളൊക്കെ സെയിമാ. ഓക്കെ, റമ്മി കളിക്കാനൊക്കെ പോകേണ്ടതായിരുന്നു വല്ലപ്പോഴും. മാജിക്ക് മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ഇവരാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ ചെയ്തു? ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കും. നിങ്ങൾ പറയുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ പറയുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ക്യാമറയ്ക്ക് കാണാമല്ലോ. കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒന്നുമില്ല. സ്റ്റോപ്പ്. ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ ആണേ, നിങ്ങൾ പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാൻ ചീട്ട് ഇവിടെ കൊണ്ടുവന്നു. ചീട്ട് കൊണ്ടുവന്നു, എല്ലാം ശ്രദ്ധിച്ചോണം. ചീട്ട് കൊണ്ടുവന്നു, ഞാനിവിടെ ഇങ്ങനെ കലക്കുന്ന ഷഫിൾ ചെയ്തു. ഷഫിൾ ചെയ്തതിന് ശേഷം ഞാൻ ഈ ചീട്ട് ഇങ്ങനെ വിരിച്ചു. ഈ വിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് ചീട്ട് മാറ്റിയതിന് ശേഷം ആ ഒരു ഭാഗം എൻ്റെ ഇരിക്കുന്നു, മറ്റേ ഭാഗം എൻ്റെ ഇരിക്കുന്നു. ഇനി മുകളിലിരിക്കുന്ന ചീട്ട് എടുത്തോളൂ. എന്നെ കാണിക്കരുത്, എല്ലാവരും കണ്ടോളൂ. ഞാൻ തിരിഞ്ഞു നിൽക്കാം. ഓക്കെ, കാണിക്കൂ. ഞങ്ങക്ക് കാണാലോ അല്ലേ? നിങ്ങൾക്കും കാണാം. ഞാൻ ദാ ഇവിടെ നിൽക്കാം. മോളെ കാണിക്കേ. ഓക്കെ, എല്ലാവരും കണ്ടോ? ഉറപ്പാണോ? കണ്ടോ? എനിക്ക് തിരിയാമോ? തിരിഞ്ഞോളൂ. തിരിഞ്ഞു. ഇതാ ഒന്ന് പിടിച്ച് വെക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ആ ചീട്ട് വെക്കാം. എല്ലാം കാണരുത്. ഇഷ്ടമുള്ളിടത്ത് മേളിൽ വെക്കണമെന്നല്ല, ഇടയ്ക്ക് വെക്കൂ. ഇഷ്ടമുള്ളിടത്ത് വെക്കൂ. വെച്ചു. എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സ് ഞാനിനി എടുക്കുകയാണ്. എല്ലാവരുടെ മനസ്സ്, കണ്ടവരുടെ എല്ലാം മനസ്സെടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എടുത്ത ആ ചീട്ട് നമ്മുടെ LED വാളിലേക്ക് ഞാൻ പകർത്തി വെക്കും. ഓക്കെ ആണോ? കാണിക്കാൻ ഞാൻ എല്ലാവരും കൊണ്ട് കാണിക്കണ്ടേ? അത് വേണ്ടല്ലോ. മനസ്സൊന്ന് എടുത്തോട്ടെ, എല്ലാവരുടെയും മനസ്സൊന്ന് എടുത്തോട്ടെ. അപ്പോൾ എടുക്കാണ്. എല്ലാവരുടെ മനസ്സ് കയറട്ടെ. എല്ലാവരുടെ മനസ്സ് കയറട്ടെ. എല്ലാവരുടെ മനസ്സ് കയറട്ടെ. അയ്യോ നെഞ്ചുവേന എടുക്കും. ഞാൻ കുറച്ച് പേരുടെ മനസ്സങ്ങ് മാറ്റട്ടെ. എനിക്ക് ഭാരം കൂടുന്നു. കുറച്ചങ്ങ് മാറ്റി. ഇപ്പോൾ ഓക്കെ. ഇനി എല്ലാവരും കണ്ണടയ്ക്കും. അല്ല കണ്ണടച്ചാൽ ഞാൻ കണ്ണടച്ചാൽ ഞാനൊന്നും കാണിക്കുന്നില്ല. അവിടെ അല്ലേ കാണുന്നത്. 1 2 3 എന്ന് പറയുമ്പോൾ അവിടേക്ക് നോക്കണേ. 1 2 3. Magic is a trick. അടിപൊളി, സൂപ്പർ. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പൊ മാജിക് ഓക്കെ ആണ്. ഇപ്പൊ സീരിയസ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത മാജിക്കിന് എനിക്ക് ഒരാളെ സഹായം വേണം. ഇച്ചിരി ഹൈറ്റ് കറക്റ്റ്. ഗ്ലാസിന് വന്ന് നോക്കട്ടെ. വന്ന് നോക്കട്ടെ. ഇല്ല ആളിയൻ്റെ ഹൈറ്റ് കൂടുതൽ. സുധി വന്നാ കളിയ. സൂപ്പർ മാജിക് അല്ലേ ഇതെന്ന് വെച്ചാൽ ഫോണിനുള്ളൊരു സംഭവമാണ്. സുധി മനസ്സിൽ വിചാരിക്കുന്നത് സീരിയസ്. സുധി മനസ്സിൽ വിചാരിക്കുന്ന ആ മനസ്സിൽ ആരെ വേണമെങ്കിൽ ധ്യാനിച്ചോളൂ. ആ ആളുടെ കോൾ കള്ളൊന്നും പറയരുത്. ഇല്ല, മനസ്സിൽ വിചാരിക്കുന്ന ആളിൻ്റെ കോളല്ല വന്നതെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് പറയണം. ഓക്കെ ആണോ? ഉറപ്പായിട്ടും. ഫോൺ പിടി. കോൾ അളിയന് വന്നിരിക്കും. അളിയൻ്റെ മനസ്സിൽ എൻ്റെ ഫോണാണ്. പക്ഷേ അളിയൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ധ്യാനിക്കുന്ന ആളുടെ കോൾ ഇപ്പോൾ വരും. നോക്ക്, മാജിക്ക് നടക്കാൻ പോവാണ്. എല്ലാവരും കൈ അടിക്കും. ഇപ്പോൾ കോൾ വരും.
റെഡിയാണളിയാ? ഓക്കേ. മാജിക്ക് ഇപ്പോൾ പരിപാടിയാ. വരുന്നില്ലടാ ഇത്. ആ മാജിക്ക് വന്ന് എപ്പോഴേ വന്ന് മാജിക്ക്. അതെന്താ ഇത്? നോക്കളിയൻ. അറിയാ ഇതെന്താ പറയൂ? ഇതാണ് മാജിക്. അളിയിൽ ഇരുന്ന സ്ഥാനത്ത് ഞാൻ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ഏറ്റവും ലാസ്റ്റ് പന്ന പരിപാടിയല്ലേ? ഒരു പന്ന പരിപാടിയില്ല. അപ്പൊ ഞാനെന്ത് ചെയ്യണി? നീ പോയി റെസ്റ്റ് എടു. നീ എന്നോട് പറഞ്ഞ റെസ്റ്റ് എടുക്കാൻ. നീ പോയി റെസ്റ്റ് എടു. ഞങ്ങൾ പരിപാടി ഒന്ന് മാറാവോടെ? ഒന്ന് മാറോ? പരിപാടി നടക്കണം. എടാ കോള് തന്നെ എനിക്ക്. എനിക്ക് കോളൊന്നും വരത്തില്ല. കോള് വന്നടാ. എനിക്കറിയാം കോള് വരുന്നത് എനിക്കറിയാം. പിന്നെ ഡയറക്ടർ പ്രിയദർശൻ. ഓ പിന്നെ ഓ ഞാൻ എടുക്കട്ടെ. ഓ ഹലോ. ആ നമസ്കാരം സാർ. കുറെ അല്ല. കേട്ടില്ല. നമസ്കാരം. അല്ല നെൽസൺ അല്ല. നെൽസൺ ഷൂട്ടിലാണ് സാർ. ആ ഇവിടെ ശംഖുമുഖത്തോ ആണോ ഷൂട്ടിങ്ങോ പടത്തിൻ്റെ? എന്താ? ഞാൻ സുധിയാണ് സാർ, കൊല്ലം സുധി. ആ അത് തന്നെ. ഞാനായാലും മതിയോ? ആ ശരി ശരി സാർ, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഹലോ സാർ. ഹലോ. അങ്ങനെ എനിക്ക് പകരം നീ പോകാൻ ഉണ്ടാക്കണ്ട, ഞാൻ പോയിക്കോളാം. ഹലോ സാറേ. ഹലോ 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 സാറേ. എന്നാ പരിപാടിയാണ് ഈ കാണിക്കുന്നത്? അളയും വിട്ടോ, പോയി റെസ്റ്റ് എടു. ഇന്ന് എന്തായാലും നെൽസൺ ചേട്ടന്റെ റെസ്റ്റ്. അതെ.